ഇറാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുമെന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേലിൻ്റെ വിദേശകാര്യ ഡിപ്പാർട്ട്മെൻറ്റും സമാനമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ട്രംപിന് ഇത് നേരിട്ട് നൽകുകയും ചെയ്തു. വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടിയ വേണം ആകാശയാത്ര നടത്താൻ എന്നുള്ളതും അവർ കൃത്യമായ രീതിയിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ട്രംപിനെ. അത് ഏത് സമയത്ത് എങ്ങനെയാണ് വരിക എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായ രീതിയിൽ ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇറാൻ മോശപ്പെട്ട മാനസികാവസ്ഥയുള്ളൊരു രാജ്യമാണ്. അത് ഒരു തരം ക്യാൻസർ ബാധിച്ച തരത്തിലുള്ളതാണ്. പല ഘട്ടത്തിലും എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ സൈനികമായ രീതിയിലും അല്ലാതെയും ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും അമേരിക്ക നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾക്കത് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു നിരാശ കൂടി ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സോഷ്യൽ ട്രൂത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ആകാശയാത്രയിൽ മിസൈൽ പായിപ്പിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഇറാൻ ശ്രമിച്ചേക്കാം. ഇറാൻ ട്രംപിനെ വധിക്കുമെന്നുള്ള പുതിയ അന്ത്യശാസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നിരാകരിക്കാനൊന്നും സാധിക്കുകയില്ല. അങ്ങനെ പല ഘട്ടങ്ങളിലും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: പലതവണ താൻ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. എപ്പോഴും അത് ഉണ്ടാകണമെന്നില്ല. ട്രംപിൻ്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള നിരാശ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഈ മോശപ്പെട്ട സാഹചര്യത്തിൽ ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചു കൂടായികയില്ല എന്നുള്ള പരാമർശം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ധൈര്യക്കുറവിനെ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അഭിമുഖീകരിക്കാനുള്ള ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തുർക്കിയിലെ അങ്കാറയിൽ അവസാനിച്ച മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നാറ്റോയുടെ 32 രാജ്യങ്ങളടക്കുന്ന നാറ്റോയുടെ സുപ്രധാനമായിരിക്കുന്ന മീറ്റിംഗാണ് 7-ാം തീയതിയും 8-ാം തീയതിയും തുർക്കിയുടെ ഇസ്താംബൂളിൽ വെച്ച് കഴിഞ്ഞിട്ട് അവസാനിച്ചത്. 7-ാം തീയതി തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. 8-ാം തീയതിയാണ് മടങ്ങിയത്. 7-ാം തീയതി വന്നിരിക്കുന്ന വിമാനം എന്ന് പറയുന്നത് 747 എന്ന് പറയുന്ന ഖത്തർ ട്രംപിന് നൽകിയിരിക്കുന്ന വിമാനമാണ്. പക്ഷേ അതിൽ മടങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തനിക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് എന്ന് ട്രംപ് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അപ്പോൾ തുർക്കി നൽകിയിരിക്കുന്ന ഖത്തർ നൽകിയിരിക്കുന്ന വിമാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഏത് തരത്തിലാണ് മിസൈൽ ആക്രമണം മറ്റോ ഉണ്ടായാൽ പ്രതിരോധിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ചപ്പോൾ അത്ര ശക്തമായ രീതിയിലുള്ള പ്രതിരോധ സംവിധാനം ഇല്ല എന്ന് സംശയിക്കുന്നു എന്നുള്ളതാണ്. ഒരു പേഴ്സണൽ മീറ്റിംഗ് കൂടാൻ പോലും സാധിക്കാത്ത വിധമാണ് ഈ ഖത്തറിൻ്റെ വിമാനം എന്നും പറയപ്പെടുന്നു. ഏതായിരുന്നാലും അങ്കാറയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആശങ്ക ഈ വിഷയമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ്. 2 തരത്തിലാണ് ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന്, 8-ാം തീയതിയാണ് ഹോർമുസിലെ 2ാം ഘട്ടം ആക്രമണം നടക്കുന്നത്. സൗദിയുടെയും ഖത്തറിൻ്റെയും കപ്പലിന് നേരെ ആക്രമണം നടത്തി. 3 കപ്പലിന് നേരെയാണ് ആക്രമണം നടത്തിയത്. അതിൽ ഒരു കപ്പൽ ഏതാണെന്ന് ഇപ്പോഴും റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടില്ല. ഖത്തറിൻ്റെ കപ്പൽ പരമാവധി തകർന്നിട്ടുണ്ട്. പിന്നീട് അത് ഒമാൻ തീരത്തേക്ക് മറ്റ് കപ്പലിൻ്റെ സഹായത്തോടു കൂടി എത്തിക്കുകയാണ് ചെയ്തത്. അറ്റകുറ്റപ്പണിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇഞ്ചിനൊക്കെ തകർന്നു പോയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ കപ്പലിനെ കുറിച്ച് ഏത് തരത്തിലാണ് പരിക്ക് എന്നതിനെക്കുറിച്ച് വിവരം ഇപ്പോഴും പുറത്ത് വിട്ടിട്ടില്ല. അത് ഒരു രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കടലിൽ താഴ്ന്നു പോയിട്ടുണ്ടോ എന്ന സംശയം പോലും ഉണ്ട് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷേ അത്രയൊന്നും വലിയ പരിക്കുകളൊന്നുമില്ല. വല്ലാതെ തന്നെ ആ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമെന്ന് പറഞ്ഞതായിരിക്കുന്ന കാര്യവും കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ നോക്കിയിട്ട് സംസാരിക്കുന്ന സമയത്തുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഈ 8-ാം തീയതിയിലുള്ള ഈ ആക്രമണത്തോടനുബന്ധിച്ച് പിന്നീട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാന് നേരെ ആക്രമണം നടന്നു. ഇറാൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കും തിരിച്ചടി അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ബഹ്റൈൻ്റെയും കുവൈത്തിൻ്റെ നേരെ നടന്നു. പിന്നീട് ഒരു ആക്രമണം നടന്നിട്ടുണ്ട്. അത് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അമേരിക്ക പിന്മാറി തങ്ങളല്ല ആക്രമിച്ചത് എന്ന് പറഞ്ഞു. അത് ബന്ദർ അബ്ബാസ് അടക്കമുള്ള തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടന്നത്.
നാശനഷ്ടങ്ങളെക്കുറിച്ച് വലിയ റിപ്പോർട്ടൊന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിലും ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൈദ്യുതി തടസ്സം ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യമായിട്ടുള്ളത്. പക്ഷേ അതിലെ പ്രശ്നം വരുന്നത് ഇത് ആരാണെന്ന് പറഞ്ഞിട്ടില്ല എന്നതിനപ്പുറമായ രീതിയിൽ ഈ 8-ാം തീയതി സംഭവം നടക്കുന്ന സമയത്ത് തുർക്കിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഉള്ളത്. ഈ സമ്മേളനം കഴിഞ്ഞ് മടങ്ങുക എന്ന് പറയുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും, ഖത്തർ വിമാനത്തിൽ മടങ്ങാതെ അമേരിക്കയുടെ വിമാനത്തിൽ തന്നെയാണ് തിരിച്ചു പോയത് എന്ന റിപ്പോർട്ടാണ്. വലിയ സുരക്ഷാ ക്രമീകരണ കാര്യങ്ങളൊക്കെ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തുർക്കി നടത്തിയിട്ടുണ്ട്. മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു പ്രതിനിധികൾക്കും അമേരിക്കയുടെ പ്രസിഡന്റ് സഞ്ചരിച്ച വിമാനത്തിൻ്റെ അടുത്ത് പോലും എത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് കൃത്യമാണ്. എന്നിട്ടും ഭയപ്പാടുണ്ട് എന്നുള്ളതാണ്. ജീവന ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടാവുമോ എന്ന ചോദ്യങ്ങളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചില പത്രങ്ങൾ ഇപ്പോൾ ട്രംപിനെ കളിയാക്കി തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രീതിയിലുള്ള ധൈര്യങ്ങളൊക്കെ ചോർന്നു പോയിരിക്കുന്നു. കാര്യം എന്ന് പറയുന്നത് ഈ ഇറാൻ്റെ കൈവശത്തിലുള്ള ആകാശ ആക്രമണവുമായി ബന്ധപ്പെട്ട മിസൈലിൻ്റെ കാഠിന്യവും ശക്തിയും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു. ഇപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ യുദ്ധത്തിലെ ഇറാൻ വലിയ രീതിയിലുള്ള വിജയം നേടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം. തങ്ങളുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചോ അത് സൂക്ഷിക്കപ്പെട്ട മേഖലയെക്കുറിച്ചോ അത് ഉപയോഗിക്കുന്ന സൈനികരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇപ്പോഴും അമേരിക്കക്കോ ഇസ്രായേലിനോ കിട്ടിയിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു വിഷയം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇറാൻ ആക്രമിച്ചേക്കാം. ഇറാൻ ആക്രമിച്ചുകൊണ്ട് അങ്ങനെ ട്രംപിന് എന്തെങ്കിലും അപായം പറ്റുകയാണെങ്കിൽ തന്നെ അത് വല്ലാത്ത രീതിയിലൊന്നും അതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയത് അമേരിക്കയാണ് എന്ന് അമേരിക്ക തന്നെ സമ്മതിച്ചതാണ്. അപ്പോൾ പിന്നെ അതിൻ്റേതായിരിക്കുന്ന വൈകാരിക തലങ്ങൾ ആ മേഖലയിൽ ഉണ്ട് എന്നതിനാൽ അത് ഉപയോഗിച്ചുകൊണ്ട് അവർ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതൊന്നും പ്രതികരിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കാത്തൊരു സ്ഥിതി വരും. അല്ല, പ്രതികരിച്ചാലോ അതിൻ്റേതായിരിക്കുന്ന ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ലോകത്താകമാനം സാമ്പത്തിക മേഖല വല്ലാത്ത രീതിയിൽ തകർന്നിരിക്കുകയാണ്. പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട മേഖല തകരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള പണം നൽകേണ്ട ഒരു സ്ഥിതി വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റു ഉപയോഗ വസ്തുക്കളുടെ എല്ലാത്തിനും വില കൂടും. വിമാന ടിക്കറ്റും ഈ ബസ് ടിക്കറ്റും പോലും അത് ബാധിക്കപ്പെടുന്ന രീതിയിലേക്ക് ഇന്ന് ലോകത്താകമാനം പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ വില കൂടിയത് ട്രംപ് എന്ന് പറഞ്ഞ ഒരൊറ്റ മനുഷ്യൻ്റെ മോശപ്പെട്ട രീതിയിലുള്ള പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടി അവർ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ അമേരിക്കയുടെ പ്രസിഡന്റുകൾക്ക് പ്രധാനമായിരിക്കുന്ന ഒരു കക്ഷിയായിട്ട് നോക്കേണ്ടതില്ല എന്ന് കൂടി നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.